വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടാൻ റിമൂവൽ പാക്ക് ആയിട്ടാണ്. ഒരു ഡീപ് ടാൻ പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കയ്യിലാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ, കൈ ഭയങ്കരമായിട്ട് കത്തിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഫേസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല ടാൻ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സിലൊക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ബോഡി പാക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടാൻ റിമൂവൽ പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടാൻ റിമൂവൽ പാക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആണ്. നിങ്ങളത് വീക്ക്ലി ട്വൈസ് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ വരുന്നത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാലോ. അപ്പൊ നമ്മുടെ ടാൻ റിമൂവൽ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പൊ ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം മിക്സിയിലിട്ട് അതേ വെള്ളത്തിൽ അരച്ചെടുത്താണ്. നന്നായിട്ട് വെള്ളം ചേർത്ത്, പക്ഷെ ഉലുവ നമുക്കറിയാം കുറെ നേരം ഇരിക്കുന്തോറും അത് നല്ല കുറുകി നല്ല കട്ടിയുള്ള ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഉലുവ നമുക്ക് നന്നായിട്ട് ടാൻ മാറാനുള്ള ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. അതുപോലെ തന്നെ ബേബി സ്കിൻ കിട്ടാനായിട്ടും, അതുപോലെ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഇല്ലേ, അതൊക്കെ മാറാനായിട്ട് ഉലുവ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പൊ ഉലുവ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ്. അപ്പൊ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്സിന്റെ പൊടിയാണ് കേട്ടോ. അപ്പൊ ഓട്സ് ഞാൻ ഫൈൻ പൗഡർ ആയിട്ട് അരച്ച് വെച്ചതാണ്. ഓട്സിന് നല്ലൊരു ബ്രൈറ്റനിങ് ഏജന്റ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കും, അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് വേറെ ഒന്നുമല്ല, ഇരട്ടി മധുരത്തിന്റെ പൊടിയാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇരട്ടി മധുരം ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ചെറിയ പാടുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ലിക്വിഡ് ഫോമിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു തിക്ക് പേസ്റ്റ് ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പം പാൽ നമുക്കറിയാം നമുക്ക് നല്ലൊരു ബേബി സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് സ്കിൻ കിട്ടാനായിട്ട്, നന്നായിട്ട് സ്കിന്നെ ബ്രൈറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ പാലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പാലിന് പകരം തൈര് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയന്റ്. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് ഇൻഗ്രീഡിയന്റ് കൂടെ വരുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, അത് വേറൊന്നുമല്ല. അപ്പൊ ആ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹണിയാണ് കേട്ടോ. ഹണി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിലായിട്ട് കാണിച്ചു തരാവേ. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു ബൗളിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവയുടെ ആ ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയിട്ടുള്ള ഒരു കൊഴുത്ത കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയിട്ടുള്ള അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത്രയും ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉലുവ അരച്ചെടുക്കാനായിട്ട്. അതാണ് കേട്ടോ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതേ അളവിൽ തന്നെ ഓട്സ് 2 ടേബിൾ സ്പൂൺ ഓട്സിന്റെ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ അതിലേക്ക് ഓട്സിന്റെ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇരട്ടി മധുരത്തിന്റെ പൗഡർ ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്ന ആ അളവിൽ വേണം നിങ്ങൾ ഇത് എടുക്കാനായിട്ട്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം ഇരട്ടി മധുരം കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇരട്ടി മധുരം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ. ഹണി ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഹണി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഞാനൊരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളെ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ അതിലേക്ക് പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കാം. അങ്ങനെ ഞാൻ എന്റെ പാക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ, ഇച്ചിരി നല്ല കൊഴുത്ത കൺസിസ്റ്റൻസിയിലാണ് എന്റെ പാക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഒലിച്ചിറങ്ങല്ലോ നമ്മൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ നിങ്ങളെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്തും കൂടെ കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ലൈവ് റിസൾട്ട് കാണാം. ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ആണ് ഞാൻ ഈ പാക്ക് വെക്കുന്നത്. നിങ്ങളെന്റെ ബിഫോറിലെ ഹാൻഡ് നിങ്ങൾ കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് എന്റെ ബിഫോറിലെ ഹാൻഡ് ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് നിങ്ങൾക്ക് കുളിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ബാത്ത്, എന്താ പറയുക, ഒരു ഷവർ ജെല്ലിന് പകരം ഒരു ബോഡി വാഷിന് പകരം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്ന്. അപ്പൊ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് ഒരു ബോഡി വാഷിന് പകരം നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ്സോളം വെച്ചിട്ട് നിങ്ങൾക്ക് സാധാ വെള്ളം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ പാക്ക് സെമി ഡ്രൈ ആക്കത്തോളെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാവേ. അപ്പൊ ഞാൻ എന്റെ 2 കൈയും കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ഞാൻ അതിന്റെ കയ്യിൽ ലീവ് ചെയ്യും കേട്ടോ. ഇനി നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് തന്നെ ഞാൻ ഇത് പാക്ക് റിമൂവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ലൈവ് റിസൾട്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്റെ 2 കൈ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ തന്നെ
മസാജ് ചെയ്തിട്ട് വേണം പാക്ക് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഏകദേശം ഒരു 2 to 3 minutes നമ്മളൊന്ന് മസാജ് ചെയ്യുക. 2 കൈ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കിനി പാക്ക് റിമൂവ് ചെയ്ത് കാണിക്കാമേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പാക്ക് റിമൂവ് ചെയ്ത് നിങ്ങളെ ലൈവ് റിസൾട്ട് കാണിക്കാം. എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം അത് വിസിബിൾ ആവുന്നുണ്ടെന്ന്. 1 സ്വൈപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. നല്ല അടിപൊളി പാക്കാണിത്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊരു ബോഡി വാഷ് അതുപോലെ തന്നെ ഷവർ ജെല്ലിനൊക്കെ പകരം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ബിഫോറിലെ ഹാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് 1 സ്വൈപ്പിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കൈ ഒന്ന് കഴുകി നിങ്ങളെ കാണിച്ചു തരാവേ. ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കൈയുടെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് എൻ്റെ കൈക്ക് കിട്ടിയിട്ടുണ്ട്. 1 ടൈം യൂസ് ചെയ്താൽ തന്നെ ഇത്രയും അടിപൊളി റിസൾട്ട്. ഇത് നിങ്ങൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ നല്ലൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇതൊരു ബോഡി വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പാക്കായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നല്ലൊരു ടാൻ റിമൂവൽ പാക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.